കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം അത് സാധാരണ നിലക്ക് ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വസ്തുതകളായിരിക്കണം. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നാടെപ്പോഴും പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആധികാരികമായ വാക്കുകളാണ്. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ ആ പത്രസമ്മേളനത്തിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവ വസ്തുതകൾക്ക് നിരക്കാത്തതായി അദ്ദേഹം അവതരിപ്പിക്കുന്നതായി കണ്ടു. ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോയി എന്ന് വരാം. ഇത് അങ്ങനെയല്ല. ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ഞാൻ വർഗീയത പരത്തുകയാണെന്ന്. ഇത് ഇപ്പോൾ ഉയർന്നു വന്ന വഖഫ് വിഷയത്തിൽ ഞാനെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം എന്തടിസ്ഥാനത്തിലാണ് നടത്തിയ അത് പത്രസമ്മേളനം വ്യക്തമാക്കാനുള്ള അത് ബാധ്യത സാധാരണ നിലക്ക് അദ്ദേഹത്തിനുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വഖഫ് വസ്തുതകളെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക എന്ന നിലപാട് നാടെപ്പോഴും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്രാധികാരികമായ വാക്കുകളാണ്, കൊണ്ടുവന്ന നിയമഭേദഗതിയാണ്. അപ്പോൾ ആ നിയമഭേദഗതിക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ബി ജെ പി ഇതര ഗവൺമെന്റ് എന്ന നിലക്ക് ആദ്യമായി അംഗീകരിക്കാൻ ഒരു സംസ്ഥാനമായ സമ്മേളനത്തിൽ തന്നെ കേരളത്തെ ഒന്നിലധികം കാര്യങ്ങൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട UDF സർക്കാർ മാറ്റുന്നു. അതായത് വസ്തുതകൾക്ക് നിരക്കാത്തതായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന അദ്ദേഹം അവതരിപ്പിക്കുന്നതായി നിയമ ഭേദഗതി അംഗീകരിച്ച് ചിലപ്പോൾ ഇവിടെ ചില ഹൈക്കോടതിയിൽ നിലപാട് അറിയാതെ പറയുകയാണെന്ന് വരാം. UDF സർക്കാർ ചെയ്തത് ബോധം ഇത് തെറ്റിദ്ധ്യമായതിനു വേണ്ടി തന്നെ വ്യക്തമായ സംഘപരിവാർ സേവയാണ്. അത് പൂർണ്ണമായി ഒന്നാമത്തെ കാര്യം തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം അതിൽ നിലവിട്ട് സംസാരിക്കുന്ന നില വന്നിട്ടുള്ളത്.